ഏറ്റവും വലിയ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ബ്രെയിനാണെന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. ബ്രെയിനിൻ്റെ വലുപ്പം കൂടുമ്പോൾ ബുദ്ധി കൂടും എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനം പ്രൈമേറ്റ്സുകളിലെ ചില സ്പീഷീസുകളെ ഉൾപ്പെടുത്തി പനാമയിലാണ് ഈ പഠനം നടത്തിയത്. ഈ പഠനം കാണാൻ ശ്രമിച്ചത് ബ്രെയിനിൻ്റെ സൈസ് കൂടിയ സ്പീഷീസുകളിൽ ബുദ്ധിയുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുൻതൂക്കമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കാടുകളിൽ ഈ സ്പീഷീസുകൾ, ഈ വർഗ്ഗങ്ങൾ, ചിലത് കുരങ്ങന്മാരുടെ വർഗ്ഗങ്ങളാണ്, മറ്റത് കുരങ്ങന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രൈമേറ്റ്സ് ആണ്. ആ സ്പീഷീസുകളിലെല്ലാം ബ്രെയിൻ സൈസ് വ്യത്യസ്തമാണ്. ഈ പ്രൈമേറ്റുകളെല്ലാം തിരയുന്നത് നല്ല പഴുത്ത ഖനികളാണ്, ഫ്രൂട്ട്സാണ്. അപ്പോൾ ഈ കാടുകളിൽ ഈ പഴങ്ങൾ പഴുക്കുന്നത് ഒരൊറ്റ സമയത്തല്ല, അത് സ്റ്റാഗേർഡ് ആയിട്ടാണ്, പല സമയങ്ങളിലായിട്ടാണ് പല സ്ഥലങ്ങളിലും ഈ പഴങ്ങൾ പഴുത്തു വരുന്നത്. അപ്പോൾ ഈ പഴങ്ങളെ തേടിയെത്തുക, എവിടെ പഴുത്ത പഴങ്ങളുണ്ട് അവിടെ ചെന്ന് അതിനെ സ്വായത്തമാക്കുക എന്നുള്ളതാണ് ഈ സ്പീഷീസുകളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിൻ കൂടിയ സ്പീഷീസ് മൃഗങ്ങൾക്ക് പഴങ്ങളിലേക്ക് എത്താൻ അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ ആ ഹൈപ്പോത്തസിസിന്, അതായത് ബ്രെയിൻ സൈസ് കൂടിയ മൃഗങ്ങൾക്ക് നല്ല പഴുത്ത പഴങ്ങളെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഹൈപ്പോത്തസിസിനെ നിരാകരിച്ചുകൊണ്ടാണ് പുതിയ പഠനങ്ങൾ മുന്നോട്ട് വരുന്നത്. ബ്രെയിൻ സൈസും ഈ കഴിവും പഴങ്ങളെ കണ്ടെത്താനുള്ള ഇൻ്റലിജൻസുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, അത് കോറിലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബുദ്ധി എന്ന് പറയുന്നത് ബ്രെയിൻ ഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ള ഒരു വസ്തുത വാസ്തവത്തിൽ മറ്റ് പല രീതിയിലും അത് തെളിയിക്കുന്നുണ്ട്. ബ്രെയിന് എന്നുള്ളത് പോയിട്ട് ഒരു ന്യൂറോൺ പോലും ഇല്ലാത്ത സെല്ലുലാർ ആയിട്ടുള്ള ജീവികൾ വളരെ ഹൈ ലെവലിലുള്ള ബുദ്ധി അല്ലെങ്കിൽ മെമ്മറി, സ്മൃതികൾ നിലനിർത്താനുള്ള കഴിവ്, പ്ലാനിങ്ങിൻ്റെ കഴിവ്, പല രീതിയിൽ പെരുമാറാനുള്ള കഴിവ്, അവരുടെ അതിജീവനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്, ഇതെല്ലാം കാഴ്ചവെക്കുന്നതായിട്ട് നമ്മളിവിടെ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് പ്ലനേറിയ എന്നുള്ള ഒരു വേം, ഒരു ചെറിയ പുഴുവാണ് പ്ലനേറിയ. ഈ പ്ലനേറിയയുടെ തല വെട്ടിമാറ്റി കഴിഞ്ഞാൽ അതിന് ന്യൂറോൺസ്, ബ്രെയിനുമെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യാൻ, റീഗ്രോ ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ട്. അതതിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അപ്പോൾ തലയില്ലെങ്കിലും ആ തല ഉണ്ടാക്കിയെടുക്കാൻ മറ്റ് സെല്ലുകളിൽ അതിന് വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. ആ സെല്ലുകളിൽ ആ മെമ്മറി നിലനിർത്താനുള്ള കഴിവും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. പ്ലനേറിയയ്ക്കൊരു മെമ്മറി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ തല വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ആ തലയോടൊപ്പം തന്നെ അതിൻ്റെ പഴയ സ്മരണകളും തിരിച്ചു വരുന്നു. അപ്പോൾ മറ്റ് സെല്ലുകളുടെ ഒരു റോളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ആ സെല്ലുലാർ ലെവൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം നിലനിൽക്കുന്നതായിട്ട് മൈക്കിൾ ലെവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ പോലുള്ളവർ ഒരുപാട് പഠനങ്ങളും കാഴ്ചപ്പാടുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ ഒരു ആശയത്തിൽ സെല്ലുലാർ ഇൻ്റലിജൻസ് ആണ് നമ്മുടെ കൂട്ടമായിട്ടുള്ള കഴിവായിട്ട്, ബുദ്ധിയായിട്ട് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഈ ന്യൂറോൺസ് പോലും ഇല്ലാത്ത, ന്യൂറോൺസ് ചെയ്യുന്നത് ഇലക്ട്രിക് സിഗ്നൽസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ ഹൈ ലെവലിലുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയാണ് ന്യൂറോൺസിന്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് നമ്മൾ അതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ന്യൂറോൺസ് ഇല്ലാത്ത വൃക്ഷങ്ങളിൽ, ചെടികളിൽ ഹൈ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് കാണുന്നുണ്ട് എന്നുള്ള നമ്മൾ പല പഠനങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ചെടികൾക്ക് വെള്ളമൊഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കാനും ആ ദിശയിലേക്ക് അതിൻ്റെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയി വെള്ളത്തിൽ എത്തിച്ചേരാനും ഉള്ള കഴിവുണ്ട്. അതുപോലെ ഈ ചില കാർണിവോറസ് ആയിട്ടുള്ള ചില പ്രാണികളെ പിടിച്ചു തിന്നുന്ന ചെടികളുണ്ട്. വീനസ് ഫ്ലൈ ട്രാപ്പ്, പിക്ചർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടികൾ. അവർ പ്രത്യേക രീതിയിലുള്ള മെമ്മറീസ് എല്ലാം നിലനിർത്തുന്നുണ്ട്. കെമിക്കലായിട്ട് അവർക്ക് ന്യൂറോണിൻ്റെ ഒരു ശക്തിയുമില്ലാതെ പ്രത്യേക രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നുണ്ട്. വീനസ് ഫ്ലൈ ട്രാപ്പിന്
ഈവൻ എണ്ണാനുള്ള ശേഷി പോലും ഉണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഫൈബറിൽ ഒരു പ്രാണി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നും ചെയ്യില്ല, 2 പ്രാണികൾ വന്നാൽ അതൊന്നും ചെയ്യില്ല, 3ാമത്തെ പ്രാണി വന്ന് അതിൻ്റെ ഉരസിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ട്രാപ്പ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ 1, 2, 3 എന്ന എണ്ണം അത് തെറ്റിക്കാതെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെ ഈ ഒരു ബേസൽ ലെവൽ കോഗ്നിഷൻ എന്നാണ് മൈക്കിൾ ലെവിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതൊരു സെല്ലുലാർ ലെവൽ കോഗ്നിഷനാണ്. ഏകകോശ ജീവികളിൽ, പ്ലാന്റ്സിൽ, വളരെ പ്രിമിറ്റീവായിട്ടുള്ള മറ്റ് പ്ലനേറിയെ പോലുള്ള ഓർഗാനിസംസിൽ ഇത്തരത്തിൽ ബേസൽ കോഗ്നിഷൻ ഉണ്ട്. ഈ ബേസൽ കോഗ്നിഷൻ്റെ ഒരു ഇൻ്റഗ്രേഷനാണ് മറ്റ് കോംപ്ലക്സ് ജീവികളിൽ നിൽക്കുന്നത്. ഈ ബേസൽ കോഗ്നിഷനെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ബയോ ഇലക്ട്രിക് ഫീൽഡായിട്ടാണ് ഇന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ ബയോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഉയർന്ന തലത്തിലുള്ള ഇൻ്റലിജൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിവർ പറയുന്നു. അപ്പോൾ ഈ സെല്ലുലാർ ലെവൽ കോൺഷ്യസ്നസ് ഇത് നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ട് ജീവൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അത് ഇൻ്റലിജൻസും ആയിട്ട് ചേർന്ന് നിൽക്കുന്നു. ബുദ്ധിയും കോൺഷ്യസ്നസ്സും, ബുദ്ധിയും ബോധവും അങ്ങനെ ജീവനിൽ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന, ഇവോൾവ് ചെയ്തു വന്ന കാര്യമല്ല. ഇത് അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഈ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ബ്രെയിനിൻ്റെ ഒരു വികാസമൊക്കെ ഒരു ജീവോൽപത്തിക്ക് ശേഷം, വളരെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇവല്യൂഷനിലൂടെ, പരിണാമത്തിലൂടെ സംഭവിച്ചതാണ്. ബ്രെയിൻ ഉണ്ടാകുകയും അത് വികസിച്ച് വലിയ ബ്രെയിൻ ആവുകയും മനുഷ്യർ പോലുള്ള ബ്രെയിനായിട്ടൊക്കെ മാറുന്നത്. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനം, ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ എവല്യൂഷൻ നടക്കുന്ന ഒറിജിൻ ഓഫ് ലൈഫിനോടൊപ്പം തന്നെ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഘടകമാണ് കോൺഷ്യസ്നെസ്സും ഇൻ്റലിജൻസ് എന്നും ഈ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവോൽപത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും, ജീവൻ എന്താണെന്ന് ചിന്തിക്കുമ്പോഴും, ജീവന്റെ പരിണാമം എന്താണെന്ന് ചിന്തിക്കുമ്പോഴും, ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി എന്താണെന്നും ബോധം എന്താണെന്നും നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു പ്രത്യേക തരം ജീവികളുടെ ഒരു പ്രത്യേക തരം കഴിവല്ല. ബോധവും ബുദ്ധിയും ഇത് അടിസ്ഥാനപരമായിട്ട് ജീവനിൽ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളത്.